ഞാൻ കോൾഗേറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഉടനെ അവരുടെ കമ്പനിയുടെ ഒരു പേസ്റ്റ് മേടിച്ച് തേച്ച് നോക്കി കൊച്ചിന് കൊടുത്ത് അത് കൊച്ചു വലുതായി പല്ല് കേടാവുന്നുണ്ടോ നോക്കിയിട്ടാണോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കാന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടില്ല, അവർ വേറെ ആമ്പിള്ളേർക്ക് കൊടുക്കും. ഇതുപോലെ തന്നെയാണ് ബിസിനസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. എല്ലാ ബിസിനസ്സിനും ഒരു ടൈമുണ്ട്. ഒരു ബിസിനസ്സിന് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. ആ ഷെൽഫ് ലൈഫിന് തീരുന്നതിന് മുമ്പ് അത് പെരിഷബിളാണ്. ഏത് ഓപ്പർച്യൂണിറ്റിയും പെരിഷബിളാണ്. ഇങ്ങനെ ലൈഫ് ലോങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിൽക്കില്ല. എല്ലാ ആൾക്കാർക്കും നമ്മൾ എന്തുമാത്രം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും നമ്മൾ അതിനകത്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. സാഹചര്യങ്ങൾ എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലും അതിനകത്ത് പോസിറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. എത്ര നെഗറ്റീവായിട്ടുള്ള എന്തുമാത്രം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ടോ, വളരെ ഡീപ്പ് ക്രൈസിസ് നിൽക്കുന്ന പോലും അതിനകത്ത് പോലും അവർ പറയുന്നു തമ്പുരാൻ്റെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അവർ എന്തുമാത്രം ക്രൈസിസിൻ്റെ നടുക്ക് നിൽക്കുന്നതിന് അകത്ത് അവരോട് സംസാരിച്ചാൽ പിന്നെ അവർ പറയുന്നത് നമ്മളെ തമ്പുരാൻ കൈവിട്ടില്ല കേട്ടോ, ഇത്രയും പ്രവേശത്തിൽ വന്നിട്ടും തമ്പുരാൻ കൈവിട്ടില്ല എന്ന് പറയുന്നവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യവുമില്ല, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, പക്ഷേ കംപ്ലൈൻറ്റാണ്, പ്രശ്നങ്ങളാണ്. അവിടെ പ്രശ്നം, ഇത് പ്രശ്നം, മറ്റൊരു പ്രശ്നം, ഇങ്ങനെ നടക്കുന്നത്. അത് അവരുടെ സോഫ്റ്റ്വെയർ പ്രശ്നമാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ കറക്റ്റ് ചെയ്യണം. കാരണം സക്സസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സക്സസ് എന്നല്ല നമ്മളൊരു ഹാപ്പി ലൈഫാണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു ഹാപ്പി ലൈഫാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എത്ര പ്രതികൂല സാഹചര്യത്തിനകത്തുനിന്ന് നമ്മൾ നല്ല കാര്യം കണ്ടെത്താൻ ശ്രമിക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്ന സമയത്ത് അത് അവരിത് പഠിക്കണം. ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണെങ്കിൽ അവർ പറയുന്നത് നമ്മുടെ സൈഡ് നോക്കൂ, നമുക്ക് പോകേണ്ട സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യും, വേറെ സൈഡിലേക്ക് നോക്കരുതെന്ന് പറയും. നമുക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടത്, നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കണം ഫോക്കസ്, മറ്റേ സൈഡിലേക്ക് നോക്കരുതെന്ന് പറയും. സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ ഫോക്കസ് ചെയ്യുമെന്ന് പറയും ഡ്രൈവിംഗ്. ഇത് തന്നെയാണ് ജീവിതത്തിലെ പ്രിൻസിപ്പിളും. നമുക്ക് ഏതാണ് വേണ്ടത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത, നമ്മുടെ ഇപ്പോഴത്തെ ടോക്ക്, നമുക്ക് വരുന്ന ഇപ്പോഴത്തെ ചിന്ത നമ്മളെ ശരിയായ ഡയറക്ഷനിലേക്കാണോ, നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയാണോ അല്ലയോ എന്ന് സ്വയം അവനോട് ചോദിക്കുക. അല്ലാന്നാണ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മളോട് തന്നെ ചോദിക്കണം, എനിക്കിപ്പം വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയോ ഇല്ലയോ? ഇല്ലാന്ന് തോന്നിയാൽ സെക്കൻഡ് നിർത്തിക്കണം. ഒരു നെഗറ്റീവ് ടോക്കും സംസാരിക്കാനുള്ള ഫ്രീഡം നമുക്കില്ല. കാരണം ഇതെല്ലാം എനർജിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ നെഗറ്റീവ് ടോക്കുകളാണ് നമ്മുടെ റിസൾട്ട് മുഴുവൻ കളയുന്നത്. അതായത് നല്ല ഒന്നാന്തരം പാലുണ്ട്, അതിനകത്തേക്ക് ഒരു ഡ്രോപ്പ് പോയിസൺ ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തം പോയിസണായി മാറി. നമ്മുടെ തോട്ട്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള സോഫ്റ്റ്വെയർ കയറിപ്പോയിട്ടുണ്ട് അറിയാതെ. നമ്മളെല്ലാം അതാണ് കൊച്ചുങ്ങൾ എല്ലാം സന്തോഷത്തോടെ കാണുന്നതെന്നാണ്. അവർ സോഫ്റ്റ്വെയർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ നമ്മുടെ വീട്ടിലും നാട്ടിലും എല്ലാവരും കയറി സോഫ്റ്റ്വെയർ ചെയ്ത് ആണ് അവർ നമ്മളെപ്പോലെ ആയി പോകുന്നത്. അവർ ചെറുപ്പത്തിൽ അവരെല്ലാം ഹാപ്പിയാണ്. കൊച്ചു കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല സ്മൈലിംഗ് ഫേസുമായിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലെ ഫോട്ടോ എടുത്ത് നോക്കുക, എല്ലാവരും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. കരഞ്ഞാൽ തന്നെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവർ ചിരിക്കും തിരിച്ച്. അവർ ക്യാരി ചെയ്യാറില്ല, അതായത് അവരുടെ മെമ്മറി അവർ ക്യാരി ചെയ്യാറില്ല. അതായത് ഒരു സെക്കൻഡിൽ ഒരു വിഷമം വന്നു, അവർ ഒരു കളിപ്പാട്ടം പൊട്ടിപ്പോയി, ഒറ്റ കരച്ചിൽ കരയുന്നു. ആ സെക്കൻഡിൽ അവർക്ക് അടുത്തൊരു നമ്മളൊരു മുട്ടായി കൊടുക്കുന്നു, സെക്കൻഡിൽ അവർ ചിരിക്കുന്നു. അവർ ക്യാരി ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേനും നമ്മളിത് ക്യാരി ചെയ്യും. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ലോഡ് മുഴുവനും ഈ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മുഴുവൻ ക്യാരി ചെയ്ത് നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മുഴുവനും നെഗറ്റീവ് സാധനങ്ങൾ, നെഗറ്റീവ് ഇൻസിഡൻസും. ഇവനൊരു ഏറ്റവും വലിയ പ്രശ്നമുണ്ട് നമ്മുടെ ബ്രെയിനിന്. കണ്ണി കാണുന്ന എല്ലാം വരും. നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്ന് പുള്ളിക്ക് അറിയാൻ പറ്റില്ല. കണ്ണി കാണുന്നതെല്ലാം വരും. അപ്പം പാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെക്കുറിച്ച് അത് നമുക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്യൂച്ചർ മാത്രം, ഇപ്പോൾ പ്രസൻറ്റ് ഹാപ്പി ആയിട്ടിരിക്കുക എങ്കിൽ മാത്രമേ ഫ്യൂച്ചർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ.